السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه برضا الله أما بعد. ഏറ്റവും ബഹുമാനവും ആദരവുകളും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു തആല നമ്മുടെ ബിസിനസ്സുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും വീടുകളിലും നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ച മുഹറം മാസം, ആ മുഹറം മാസത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും സംഭവവികാസങ്ങൾക്കും കാരണമായ ഒരു മാസം കൂടിയായിരുന്നു പരിശുദ്ധമായ മുഹറം. ആ മുഹറം മാസത്തിൽ അല്ലാഹു തആല ഒരുപാട് അമ്പിയാക്കളെ പരീക്ഷിച്ചു. ആ പരീക്ഷണങ്ങളിലൊക്കെ ക്ഷമയാർജിച്ചതുകൊണ്ട് തന്നെ അവർക്കതിൽ വലിയൊരു വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചു, വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ ആ മുഹറം കഴിഞ്ഞതിന് ശേഷമുള്ള മാസമായ സഫർ മാസം, ആ സഫർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സഫർ മാസം കടന്നു വരുമ്പോൾ നമ്മുടെ പൂർവികന്മാർ മനസ്സിലാക്കിയ ചില തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും നമ്മൾ മനസ്സിലാക്കുകയും അത് തിരുത്തുകയും വേണം. നമ്മുടെ പൂർവികന്മാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവാം, സഫർ മാസം കടന്നു വന്നു കഴിഞ്ഞാൽ പുതിയ പരിപാടികൾ, പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുക, നിക്കാഹ് പോലെയുള്ള ഇടപാടുകൾ, അതുപോലെ ഹൗസ് വാമിംഗ്, അതുപോലെ ഹലാലായ യാത്രകൾ തുടങ്ങിയ നമ്മൾ പുണ്യമായി കണക്കാക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തുടക്കം കുറിക്കുന്നത് ദുശകുനമാണെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥയും അതിൻ്റെ മിഥ്യയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ കയറിക്കൂടിയ ചില തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളുമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. وكانوا كثيرا ما يتشاءمون بهذا الشهر فلا يعتقدون فيه زواجا ولا يزعمون فيه سفرا للتجارة أو لقضاء مهمة. ജാഹിലിയ കാലഘട്ടത്തിൽ അധിക ആളുകളും ഈ ഒരു സഫർ മാസം കടന്നു വരുമ്പോൾ അതൊരു ദുശകുനത്തിൻ്റെ മാസമായി കണക്കാക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹങ്ങളോ അല്ലെങ്കിൽ നല്ല ഹലാലായ യാത്രകളോ കച്ചവടങ്ങളോ അല്ലെങ്കിൽ സുപ്രധാനമായ പരിപാടികൾക്കോ അവർ തുടക്കം കുറിക്കാറുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മുശ്രിക്കീങ്ങളിലായിരുന്നു ഇത് കൂടുതൽ കണ്ടുവന്നിരുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വാസ്തവങ്ങളുണ്ട്. നബി കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു പരിശുദ്ധ മാസത്തെ എങ്ങനെയാണ് കണ്ടിരുന്നത്, ആ മാസത്തിൽ എന്തെല്ലാം ചെയ്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ വിവാഹം ഖദീജാവിയുമായിട്ടുള്ള വിവാഹമായിരുന്നു. ആ വിവാഹം നടക്കുന്നത് ഈ സഫർ മാസത്തിലായിരുന്നു. പണ്ഡിതന്മാർ വിവാഹം നടക്കാൻ സുന്നത്തുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭാഗങ്ങളിൽ ശവ്വാലിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾക്ക് ശേഷം പറയുന്നുണ്ട് സഫർ മാസത്തിലും വിരോധമില്ല. കാരണം സഫർ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതും അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാമ്പത്തികമായ ഒരുപാട് ഉയർച്ചയും ഒരുപാട് ഭദ്രതയും ലഭിക്കാനും കാരണമായി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിജറ 2-ാം വർഷമായിരുന്നു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപുത്രി ഫാത്തിമ ബീവിയും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹും തമ്മിലുള്ള ബന്ധം, വിവാഹം നടന്നത് ഈ ഒരു സഫർ മാസത്തിൽ തന്നെയായിരുന്നു. അതിലുപരി ഹിജറയുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ യാത്രകളും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചതും സഫർ മാസത്തിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത ചെറിയ ചെറിയ യുദ്ധങ്ങൾ വരെ ഈ സഫർ മാസത്തിൽ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും ഒരുപാട് നേട്ടങ്ങളും നല്ല വിജയവും കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിലെ ഫതഹ് സൂറത്തിലൂടെ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്, വഅദകുമുല്ലാഹു മആനിമ കസീറതൻ തഅഖുദൂനഹ. അവർ ഒരുമിച്ച് കൂട്ടുന്ന രീതിയിൽ ധാരാളം അനീമത്തുകൾ അല്ലാഹു തആല അവർക്ക് സമ്മാനമായി വാഗ്ദത്തത്തോടു കൂടി അല്ലാഹു തആല അവർക്ക് നൽകി. ഒരുപാട് അനീമത്തുകൾക്ക് ലഭിക്കാൻ അവർക്ക് കാരണമായി എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ യുദ്ധങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു നല്ല കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ യാതൊരു പ്രയാസങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മുന്നിട്ടിറങ്ങുകയും അതിന് നേതൃത്വം കൊടുക്കുകയും അതിന് വലിയ വിജയങ്ങളും നേട്ടങ്ങളും കൈവരിച്ചതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അദുവ വലാ തീറത വലാ ഹാമത വലാ സഫറ. ഇതിനെക്കുറിച്ച് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് നോക്കാം. ലാ അദുവ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം പകർച്ചവ്യാധി എന്ന് പറയുന്ന ഒരു രോഗമില്ല. ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് രോഗം പടരുന്നില്ല. പിന്നെ എങ്ങനെയാണ് മാരകമായ വൈറസുകൾ, കൊറോണ പോലെയുള്ള രോഗങ്ങൾ നമ്മുടെ നാടുകളിലും രാജ്യങ്ങളിലും പടർന്നു പന്തലിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് പകർച്ചയായിട്ടല്ല,
ഒരു മനുഷ്യന്റെ അതേ രോഗം അല്ലാഹു തആല മറ്റൊരു മനുഷ്യന് നൽകുകയല്ല ചെയ്യുന്നത്. അതിനു പകരം അതേപോലെയുള്ള രോഗങ്ങൾ ഓരോ മനുഷ്യനിലും നിക്ഷിപ്തമാവുകയാണ്, ഓരോ മനുഷ്യനിലും ആ രോഗം ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഒരു രോഗം മറ്റൊരാൾക്ക് പകരുകയല്ല ശരിക്കും നടക്കുന്നത്. നമ്മുടെ ചിന്തകളെ കൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ പകർച്ചയായി തോന്നും. അങ്ങനെയല്ല അതിൻ്റെ യാഥാസ്ഥികത. അങ്ങനെയാവുമായിരുന്നുവെങ്കിൽ ഈ രോഗമുണ്ടായ ആദ്യത്തെ വ്യക്തിക്ക് എങ്ങനെയാണ് രോഗം ലഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തെ വ്യക്തിക്ക് മറ്റൊരാളിൽ നിന്ന് ലഭിക്കണം. മറ്റൊരാളിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ആ മറ്റൊരാൾ എന്ന് പറയുന്നതാവുമല്ലോ ആദ്യത്തെ വ്യക്തി. അങ്ങനെയില്ല. ഒരു വ്യക്തിയിൽ അല്ലാഹു തആല രോഗം നൽകുമ്പോൾ മറ്റൊരു വ്യക്തിയിലും അല്ലാഹു തആല അതേ രോഗം നൽകുന്നു. ഇതൊക്കെ അല്ലാഹുവിൻ്റെ ഇറാദത്ത് ഇളിന് കൊണ്ട് നടക്കുന്നതാണ്, അല്ലാഹുവിൻ്റെ ഖുദ്റത്തോടു കൂടി നടക്കുന്നതാണ് എന്ന് നമുക്ക് ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ലാ അദുവ വലാ തീറത്ത, പകർച്ചവ്യാധിയുമില്ല, അതുപോലെ തന്നെ വലാ തീറത്ത, പക്ഷി നിരീക്ഷണവുമില്ല. പക്ഷികളുടെ സഞ്ചാരങ്ങളോ അല്ലെങ്കിൽ പക്ഷികൾ കാർഡെടുത്തുകൊണ്ട് നമ്മുടെ രേഖകൾ വിശദീകരിക്കുകയോ ചെയ്യുന്ന സമ്പ്രദായം അങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസത്തിന് യാതൊരു ഫലവുമില്ല എന്ന് തന്നെ ഹദീസുകൾ വ്യക്തമാക്കുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അവർ പ്രഭാതത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് നല്ലൊരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ യാത്രക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ, കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ, ആ ഇറങ്ങുന്ന സാഹചര്യത്തിൽ അവരുടെ വലതുഭാഗത്തിലൂടെ ഒരു പക്ഷി പറന്നു കഴിഞ്ഞാൽ അത് ശുഭലക്ഷണവും, ഇടതുഭാഗത്തിലൂടെയാണ് പക്ഷി പറന്നതെങ്കിൽ അത് അപലക്ഷണവുമായി അവർ കരുതുകയും അപലക്ഷണമാണെങ്കിൽ അവരുടെ യാത്രകളും കച്ചവടങ്ങളും അവർ അന്നത്തെ ദിവസം നിർത്തിവെക്കുമായിരുന്നു എന്ന് പഴയ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പക്ഷി ശാസ്ത്ര നിരീക്ഷണങ്ങൾ നമുക്ക് നന്മയെയും തിന്മയെയും വേർതിരിക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രത്യേകം ഹദീസുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഹദീസ് വിശദീകരിക്കുന്നു, വലാ ഹാമത്ത. ഹാമ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷിയെ കുറിച്ചാണ്. മൂങ്ങ പോലെയുള്ള രാത്രികളിൽ സഞ്ചരിക്കുന്ന പക്ഷി. ജാഹിലിയ കാലഘട്ടത്തിലുള്ള വിശ്വാസപ്രകാരം അവർ പറയുന്നു, മരണപ്പെട്ടുപോയ ആളുകളുടെ ആത്മാക്കളാണ് ഈ മൂങ്ങ പോലെയുള്ള പക്ഷികൾ. അവര് കടന്നു വരികയും മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് കരയുന്നത് അവരുടെ സങ്കടങ്ങളും അവരുടെ ആവശ്യങ്ങളുമാണ് പങ്കുവെക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു. അതിനുശേഷം ഹദീസ് പറയുന്നു, വലാ സൊഫറ. ഈ ഹദീസിന്റെ അവസാനം വിശദീകരിക്കുന്നു. വലാ സൊഫറ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സഫർ മാസം എന്ന് പറയുന്നത് പരിപൂർണമായി നെഹ്സിന്റെ ദിവസമല്ല. അതിൽ ഒരുപാട് നന്മയുള്ള ദിവസങ്ങളും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, സാധാരണഗതിയിൽ ഓരോ മാസങ്ങളിലും നെഹ്സ് ഉള്ളതുപോലെ തന്നെ സഫർ മാസത്തിലുള്ള നെഹ്സുകളുള്ള ദിവസങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ദിവസങ്ങൾ സാധാരണ പോലെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ പറ്റിയ ദിവസങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പക്ഷി ശാസ്ത്രങ്ങൾ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൈരേഖകൾ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നന്മയെയും തിന്മയെയും അളക്കുന്ന ഒരു രീതി ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ എങ്ങനെ ജീവിക്കണം, അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് കൃത്യമായി അള്ളാഹു താല ജനിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി അള്ളാഹു താല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കണക്കനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അവൻ്റെ ഇബാദത്തുകളും അവൻ്റെ പ്രാർത്ഥനകളും അനുസരിച്ചുകൊണ്ട് ഒരുപക്ഷെ അള്ളാഹു താല അവന് നൽകിയ കണക്കുകളിൽ മാറ്റം വന്നേക്കാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല പറയുന്നു, കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന. അള്ളാഹു താല നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ഏത് കാര്യമാകട്ടെ, നന്മയാകട്ടെ ഷർറാകട്ടെ, അത് നമുക്ക് തീർച്ചയായും എത്തിയിരിക്കും. കാരണം ഹുവ മൗലാന, അള്ളാഹു നമ്മുടെ റബ്ബാണ്. അള്ളാഹു താല നിശ്ചയിച്ചത് പ്രകാരം കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു മാസത്തിനെയോ അല്ലെങ്കിൽ ഒരു ദിവസത്തിനെയോ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. മനുഷ്യരായ നമ്മളിൽ ഖൈറും നന്മകളൊക്കെ വേർതിരിക്കുന്നത് അള്ളാഹു താലയാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തും ഇറാദത്തു കൊണ്ടുമാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലെ നന്മ തിന്മകൾ കടന്നു വരുന്നത്. അള്ളാഹു താല അവൻ്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ചുകൊണ്ട് ഒരുപക്ഷെ അവന് നന്മകൾ നൽകിയേക്കാം, അല്ലെങ്കിൽ പരീക്ഷണാർത്ഥം അള്ളാഹു താല രോഗങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ കൊടുത്തേക്കാം. എല്ലാം അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുക. ഏത് രീതിയിലാണെങ്കിലും പ്രത്യേകിച്ച് സഫർ മാസത്തിൽ അങ്ങനെ ഒരു പ്രയാസം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, സഫർ മാസത്തിലൊക്കെ നമ്മൾ ഏതെങ്കിലും പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ നമുക്കതൊരു പ്രയാസമായി, മാസത്തെക്കുറിച്ച് ഒരു പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രാർത്ഥന നടത്താം. ആ പ്രാർത്ഥനയെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി സഫർ മാസത്തിലൊക്കെ നമ്മൾ കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവും, അതിൽ വിജയമുണ്ടാവും എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ കുപ്രചരണങ്ങൾക്കും സംശയങ്ങൾക്കും വിധേയമാകാത്ത രീതിയിൽ സഫർ മാസത്തെ നമ്മൾ കാണുകയും അതിനെ ആദരിക്കുകയും മറ്റു മാസങ്ങളെപ്പോലെ അതിനും പവിത്രതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ നന്മകൾക്കും ഇടപാടുകൾക്കൊക്കെ ആ ഒരു മാസങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.